കഴിഞ്ഞ 2 ദിവസമായി സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പ് കിടന്ന് കറങ്ങുന്നു. യഥാർത്ഥത്തിൽ അത് കണ്ടപ്പോൾ പ്രേക്ഷകരുമായി ഒന്ന് പങ്കുവെക്കണമെന്ന് തോന്നി. എല്ലാവരും ക്യൂ നിന്ന് കല്ലെറിയുമ്പോൾ എന്തുകൊണ്ട് ഞാൻ ആ മനുഷ്യനൊപ്പം ചേർന്നു എന്ന തലക്കെട്ടില് ബിജു കൈപ്പോറടൻ പങ്കുവച്ച കുറിപ്പാണ്. ആദ്യം ആ കുറിപ്പൊന്ന് കേൾക്കാം. എല്ലാവരും ക്യൂ നിന്ന് കല്ലെറിയുമ്പോൾ എന്തുകൊണ്ട് ഞാൻ ആ മനുഷ്യനൊപ്പം ചേർന്നു? എല്ലാവരും ക്യൂ നിന്ന് ജോസ് കെ മാണിയെ കല്ലെറിയുമ്പോൾ ഞാൻ എന്തുകൊണ്ട് ആ മനുഷ്യനൊപ്പം ചേർന്നു എന്ന് ചോദിച്ച ചിലരുണ്ട്. ഒരുപക്ഷെ കെ മുരളീധരൻ കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിൽ പിച്ചപിച്ച് നടക്കാൻ തുടങ്ങിയ കാലം മുതൽ അപവാദങ്ങളുടെയും ഇല്ലാ കഥകളുടെയും അസൂയയുടെയും പേരിൽ ഇത്രയേറെ അമ്പുകളേറ്റ ഒരു ചെറുപ്പക്കാരനും ഉണ്ടാവില്ല കേരള രാഷ്ട്രീയത്തിൽ. അതിനെയൊക്കെ സൗമ്യനായി, ശാന്തനായി, അതേസമയം നിർഭയനായി ജോസ് കെ മാണി അതിജീവിക്കുന്ന മനോഹരമായ കാഴ്ചയാണ് ഇത് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. കള്ളക്കഥകളുടെയും വിമർശനങ്ങളുടെയും വിഴുപ്പലക്കലുകളുടെയും പരിഹാസങ്ങളുടെയും അവഹേളനങ്ങളുടെയും നടുവിൽ മുറിവേറ്റു നിൽക്കുമ്പോഴും ഒരു പാഴ്വാക്ക് പോലും വായിൽ നിന്ന് വീഴാതെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ഉരുളക്കുപ്പേരെ പോലെ ചടുലവും വിവേകപൂർണവുമായ മറുപടി നൽകുന്ന പക്വതയുള്ള പദം വന്ന നേതാവിനെയാണ് അദ്ദേഹത്തിന്റെ പത്രസമ്മേളനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുക. അതൊരു മിടുക്ക് തന്നെയാണ്. ഒരാൾ എത്ര പ്രഗത്ഭനാണെങ്കിലും ചിലപ്പോൾ അയാൾക്ക് തന്റെ പിതാവിന്റെ അതേ പകർപ്പാകാൻ കഴിഞ്ഞുവെന്ന് വരില്ല. ഒരുപക്ഷെ ജോസ് കെ മാണി എന്ന തുടക്കക്കാരന് പരിണിത പ്രജ്ഞനായ മാണി സാറിന്റെ വിടവ് നികത്താൻ ഈ ചെറിയ കാലത്തിനിടയിൽ കഴിഞ്ഞിട്ടുണ്ടാവില്ല. പല കാര്യങ്ങളിലും അദ്ദേഹം ഇതിനോടകം മാണി സാറിന്റെ മികച്ച ഫോമിൽ എത്തിയിട്ടുമുണ്ടാവില്ല. പക്ഷെ അതും തികച്ചും സ്വാഭാവികമാണ്. കാരണം അദ്ദേഹം ഒരു തുടക്കക്കാരൻ മാത്രമാണ്. മാണി സാർ അവസാനിപ്പിച്ച ഇടത്ത് നിന്ന് ജോസ് കെ മാണി തുടങ്ങുമ്പോൾ മാണി സാറിന്റെ പെർഫെക്ഷൻ പ്രതീക്ഷിക്കാൻ വിമർശകർക്ക് അവകാശമുണ്ട്. പക്ഷെ അതൊരു അത്യാഗ്രഹമാണെന്ന് ഞാൻ പറയും. ഒരു കാര്യം ഞാൻ നെഞ്ചിൽ തൊട്ട് പറയുന്നു. അപാരമായ നേതൃഗുണവും അനാദൃശ്യമായ നിരീക്ഷണ പാടവവും വിഷയങ്ങൾ പഠിച്ച് വിലയിരുത്താനുള്ള കൂർമ്മ ബുദ്ധിയുമുള്ള ക്രാന്തദർശിയായ യുവനേതാവാണ് ജോസ് കെ മാണി. അദ്ദേഹത്തെ രാഷ്ട്രീയ കേരളം തിരിച്ചറിയാൻ പോകുന്നതേയുള്ളൂ. പാർട്ടി കേഡറുകൾക്കിടയിൽ മാണി സാറിന്റെ കാലത്തില്ലാതിരുന്ന സംഘടനാപരമായ അച്ചടക്കവും പൊളിറ്റിക്കൽ മാനേജ്മെന്റിലെ പ്രൊഫഷണലിസവും വളരും തോറും പിളരുമെന്ന് മാണി സാർ തന്നെ വിശേഷിപ്പിച്ച കേരള കോൺഗ്രസിന് ഇന്നുണ്ട്. പാർട്ടി എന്ത് നിലപാടെടുത്താലും പാർട്ടിയുടെ 5 MLA-മാരും പാർട്ടിക്കൊപ്പം ഉണ്ടാവുമെന്ന് രാഷ്ട്രീയ കേരളത്തോട് പറയാനുള്ള ചങ്കുറപ്പ് സ്വയം ആർജിക്കുവാൻ ഈ ചെറിയ കാലത്തിനിടയിൽ അദ്ദേഹത്തിന് കഴിഞ്ഞിരിക്കുന്നുവെന്നത് വിസ്മയത്തോടെയാണ് ഞാൻ നോക്കിക്കാണുന്നത്. പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കുകയും അവ സൗഹാർദ്ദപരമായി പരിഹരിക്കാൻ ആത്മാർത്ഥമായി ശ്രമിക്കുകയും മൂർച്ചയുള്ള ഓർമ്മശക്തിയോടെ കാര്യങ്ങൾ കൃത്യമായും തുടർച്ചയായും പിന്തുടരുകയും ചെയ്യുന്ന ഒരാളാണ് ജോസ് കെ മാണിയെന്ന് അദ്ദേഹം ഇതിനോടകം 100 തവണ തെളിയിച്ചു കഴിഞ്ഞു. സിംഹങ്ങളും പുലികളും തിമിംഗലങ്ങളും അടക്കി വാഴുന്ന പടക്കളമാണ് കേരള രാഷ്ട്രീയം. അതികായന്മാരായ ആ നേതാക്കളെയൊക്കെ അത്ഭുതത്തോടെയും ആദരവോടെയുമാണ് നാം കണ്ടു നിൽക്കാറ്. അത്തരം മഹാമേരുക്കളുമായി പോരിനിറങ്ങുമ്പോൾ പിടിച്ചു നിൽക്കാൻ സമയാസമയം വാലും തലയും മാറി മാറി ഉയർത്തിക്കാട്ടി മനുഷ്യരെ വിഡ്ഢികളാക്കാൻ ജാലവിദ്യ കാണിക്കുന്ന മായക്കാർക്ക് മാത്രമേ മാർക്കറ്റ് ഉണ്ടാവൂ എന്നാണ് പൊതുസങ്കല്പം. എന്നാൽ അവർക്കിടയിൽ നമുക്ക് ഒട്ടും പരിചിതമല്ലാത്ത നേരെ വാ നേരെ പോയി എന്ന ശൈലി പിന്തുടരുന്ന നേതാവാണ് ജോസ് കെ മാണി. അതാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത്. അതെ, ഒരു തെരഞ്ഞെടുപ്പ് യുദ്ധം ജയിക്കാൻ എന്തു തറപ്പണിയും ചെയ്യാനോ നിലപാടുകളിൽ വിട്ടുവീഴ്ച ചെയ്യാനോ മടിയില്ലാത്ത കഴിഞ്ഞ തലമുറയിലെ നേതാക്കൾക്കിടയിൽ നമുക്ക് പരിചിതമല്ലാത്ത പുതുതലമുറയുടെ നന്മയും വിശുദ്ധിയും നേരും നെറിയും ജോസ് കെ മാണിക്കുണ്ടെന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും. ശവസംസ്കാര ചടങ്ങുകളിലോ വിവാഹ ചടങ്ങുകളിലോ പങ്കെടുക്കാനെത്തുമ്പോൾ ചില നേതാക്കൾ അമിത സൗഹൃദം അഭിനയിച്ച് ചളമാക്കുന്നത് സ്ഥിരം കാണുന്നവരാണ് നാം. നാളെ മുതൽ നിങ്ങളും നിരീക്ഷിച്ചോളൂ. നമുക്ക് അത്തരമൊരു നാട്യം ഈ യുവനേതാവിൽ കാണാൻ കഴിയില്ല. അതുതന്നെയാണ് ആ മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നത്. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് 2 തവണയും റെക്കോർഡ് ഭൂരിപക്ഷം നേടി തെരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം കോട്ടയത്തിന് നൽകിയ സംഭാവന തിരക്കനടിയിൽ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നില്ല. പാലായിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്,
സയൻസ് സിറ്റി, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ, കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ രണ്ടാമതും ഒരു കേന്ദ്രീയ വിദ്യാലയം, ഏകലവ്യ മോഡൽ സ്കൂൾ, കോട്ടയം റെയിൽവേ സ്റ്റേഷന്റെ കണ്ണഞ്ചിപ്പിക്കുന്ന വികസന പദ്ധതികൾ തുടങ്ങിയവ ആവിഷ്കരിച്ച ജോസ് കെ മാണി വ്യത്യസ്തനല്ലെങ്കിൽ പിന്നെ മറ്റെന്താണ്? കോട്ടയം മണ്ഡലത്തിലെ എത്രയെത്ര ഗ്രാമീണ റോഡുകളാണ് അദ്ദേഹം പ്രധാനമന്ത്രി ഗ്രാമീൺ വികാസ് യോജന എന്ന കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് റബ്ബറൈസ്ഡ് ടാറിംഗ് നടത്തിയത്? അങ്ങനെ ഒരു സ്കീം റോഡ് വികസനത്തിനായി ഉപയോഗിച്ച കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ MP ആണ് ജോസ് കെ മാണി. ഈ സ്കീം നമ്മുടെ രാജ്യത്തുണ്ടെന്ന് കേരളത്തിലെ MP മാർ മനസ്സിലാക്കിയത് തന്നെ കോട്ടയത്ത് അത് നടപ്പിലാക്കി കഴിഞ്ഞപ്പോഴാണ്. ഒരു MP-ക്ക് തന്റെ മണ്ഡലത്തിൽ ഇത്രയധികം വികസനം നടത്താൻ കഴിയുമെന്ന് ആദ്യമായി കാണിച്ചു കൊടുത്തത് ജോസ് കെ മാണിയാണ്. ആ മനുഷ്യനെയാണ് ഇവിടെ ചിലർ കല്ലെറിയുന്നത്. എല്ലാവരോടും സദാ ഹൃദ്യമായി പെരുമാറുന്ന ജോസ് കെ മാണിയുടെ പകുതി പോലും നേതൃശേഷിയുള്ള മറ്റാരും ഇന്ന് കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ പുതുതലമുറയിലില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഈ മനുഷ്യനിൽ കേരളത്തിന്റെ ഭാവി രാഷ്ട്രീയം പ്രതീക്ഷയോടെ നോക്കിക്കാണുവാൻ കഴിയുന്നത്. പറയുന്നവരങ്ങ് പറയട്ടെ. ഇനി ഈ മനുഷ്യന്റെ മുന്നോട്ടുള്ള നിരന്തര യാത്രകളിൽ ഒരു നിഴൽ പോലെ, അശ്വാരൂഢനായ പടയാളിയെ പോലെ, ഒരു കാവലാളായി കേരള കോൺഗ്രസിന്റെ 10,000-കണക്കിന് യുവ പോരാളികൾക്കൊപ്പം വാളും പരിചയമായി അഭിമാനത്തോടെ ഞാനും ഉണ്ടാകും. കേട്ടല്ലോ. ഇത് എഴുതിയത് ഡോക്ടർ ബിജു കൈപ്രോടനാണ്. ആരാണ് ഈ ബിജു കൈപ്രോടൻ? കോട്ടയം ജില്ലാ പഞ്ചായത്തിലെ അംഗമായിരുന്നു. കേരള കോൺഗ്രസ് പിളർന്ന് PC തോമസിനൊപ്പം പാർട്ടി വിട്ട ആളാണ്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ വത്തിക്കാനായ കടുത്തുരുത്തി നിയോജകമണ്ഡലത്തിൽ നിന്ന് ജില്ലാ പഞ്ചായത്തിലേക്ക് ജയിച്ച ആളാണ്. അതിനു മുമ്പ് നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ബിജുവിന്റെ നിർണായകമായ സ്വാധീനം ഉണ്ടായിരുന്നു. അതിനുശേഷം കേരള കോൺഗ്രസിനെ മോശപ്പെടുത്താൻ നടത്തിയ സമരങ്ങളിലെല്ലാം മുൻപന്തിയിലുണ്ടായിരുന്നു. IFDP-യുടെ യുവജന വിഭാഗം സംസ്ഥാന പ്രസിഡന്റായിരുന്നു അന്ന് കൈപ്പോടൻ. റബ്ബറിന് 500 രൂപ താങ്ങുവില വേണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഒരു സമരം നടത്തിയത്. സമരത്തിന്റെ ഫലമായി റബ്ബറിന് 150 പോലും കിട്ടിയില്ലെന്ന് മാത്രമല്ല, ബിജുവിന് 150 അടിയും കിട്ടി. ക്രൂരമായ പോലീസ് മർദ്ദനങ്ങളും ലാത്തിച്ചാർജും ഒക്കെ ഉണ്ടായി. പക്ഷേ ബിജു ഒന്നും നേടിയില്ല. ബിജുവിനെ മുന്നിൽ നിർത്തിയ PC തോമസ് പലതും നേടി. അദ്ദേഹം MP ആയി, കേന്ദ്രമന്ത്രിയായി. അദ്ദേഹം BJP-യോടൊപ്പവും പിന്നെ UDF-ലേക്കും LDF-ലേക്കും പിന്നെ UDF-ലേക്കും ഒക്കെ യാത്ര ചെയ്തു. അവസാനം PJ ജോസഫിനോട് കണക്ക് പറഞ്ഞ് സുപ്രീം കോടതി വരെ പോയി നേടിയെടുത്ത പാർട്ടി അംഗീകാരം ജോസഫിന്റെ കാൽക്കൽ വെച്ച് താണു വണങ്ങിയപ്പോൾ ബിജു പറഞ്ഞു, ഇനി കൂടെ നിൽക്കാൻ ഞങ്ങളെപ്പോലുള്ളവരെ കിട്ടില്ലെന്ന്. എന്നിട്ട് ബിജു ഒന്ന് മറുത്ത് ചിന്തിച്ചു. പിന്നെ ഒന്നും നോക്കിയില്ല. ആർക്കും എപ്പോഴും കയറി ചെല്ലാവുന്ന പാലായിലെ കരിങ്ങോഴയ്ക്കൽ തറവാട്ടിലെത്തി. മുടിയനായ പുത്രൻ തിരിച്ചു വന്നപ്പോൾ വരവേറ്റതുപോലെ ബിജുവിനെ വരവേൽക്കാൻ പാലാ വീട്ടിൽ മാണിസാർ ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ കുറവ് പരിഹരിച്ച് ജോസ് കെ മാണി ബിജുവിനെ ചേർത്ത് നിർത്തി. കണ്ണു നിറഞ്ഞ് അവിടെ നിന്നിറങ്ങിയ ബിജു എഴുതിയ കുറിപ്പുകളാണ് മുൻപ് കേട്ടത്. ബിജു പറയുന്നത് സത്യമാണ്. ഒരു മഹാനായ മനുഷ്യന്റെ മകനായി ജനിച്ചതിന്റെ പേരിൽ ജോസ് കെ മാണി അനുഭവിച്ച യാതനകളാണ്. ഇത് പങ്കുവച്ചത് കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി എന്റെ സുഹൃത്തായ ഹഫീസാണ്. ഏതായാലും ജോസ് കെ മാണിയെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നവർ ഒന്നോർക്കണം. ഇന്ന് പാർട്ടി അന്യം നിന്ന് പോകാതെ കണ്ണിലെ കൃഷ്ണമണി പോലെ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് തലയുയർത്തി നിന്ന് പോരാടാൻ സാക്ഷാൽ KM മാണി തന്നെ അതിന് ഊർജവും വളവും നൽകിയിട്ടാണ് യാത്രയായത്. ഒരു സംശയം വേണ്ട. ഏത് അർദ്ധരാത്രിക്കും ആർക്കും എപ്പോഴും കയറി ചെല്ലാവുന്ന കരിങ്ങോഴയ്ക്കൽ തറവാടിന്റെ വാതിൽ ആരുടെ മുമ്പിലും കൊട്ടിയടച്ചിട്ടില്ല. അവിടെ നിങ്ങളെ കാത്ത് നിറചിരിയോടെ ഇരു കൈകളും നീട്ടി KM മാണിക്ക് പകരം ജോസ് കെ മാണി ഉണ്ടാകും. ഒരു സംശയം വേണ്ട.